നമസ്തേ, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ചെറുപയർ കായയുടെ കറിയാണ്. അതിനായിട്ട് ആദ്യം നമ്മൾ ചെറുപയർ കഴുകി കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. ശേഷം കായ, വീട്ടിലുണ്ടായ കായ തന്നെയാണ്, അത് നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുക്കണം. കുറച്ച് ഞാനെടുത്തിരിക്കുന്നത് ഒരു 5ഓളം കായ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വെള്ളത്തിലേക്കാണ് നമ്മൾ മുറിച്ചിടേണ്ടത്, അല്ലെങ്കിൽ കറ പിടിക്കും. എന്നിട്ട് കഴുകി നന്നായിട്ട് കുക്കറിലിടുക. അതിന് ശേഷം ഇതും വീട്ടിലുണ്ടായ കാന്താരി മുളകാണ്. ആ മുളക് ഒരു 4ഓളം മുളക് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തു. ശേഷം ആവശ്യമായ മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളവും ചേർത്തിട്ട് കുക്കറിൽ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ നമ്മൾ വേവിച്ചെടുക്കണം. ഒരു കുക്കറിൻ്റെ വലിപ്പത്തിനനുസരിച്ചിരിക്കും. അത് കുക്കറിൽ വിസിലെല്ലാം വന്ന് ശേഷം തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില എല്ലാം നമ്മൾ മിക്സിയിൽ ചതച്ചെടുക്കണം. ആ ചതച്ചെടുത്തത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ അടുപ്പത്ത് വെച്ച ഈ മിശ്രിതത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ചതച്ച മുളക്, തേങ്ങ, കറിവേപ്പില, ചെറിയുള്ളി, വെളുത്തുള്ളി, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം, കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട്. അത് ഞാനിതിൽ കാണിച്ചില്ല. കുറച്ച് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ശേഷം നമ്മൾ ഇതിൻ്റെ കഴിക്കാൻ ആവശ്യമായ ഗോതമ്പ് പുട്ടാണ് തയ്യാറാക്കുന്നത്. 2 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തത്. അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കുഴച്ചെടുക്കണം. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് കുറച്ച് സമയം എടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കണം. ഇത് പാകമായി കുഴച്ചെടുത്തതിന് ശേഷം ചിരവിയ തേങ്ങ ഇട്ട് നമ്മൾ പുട്ട് ചുട്ടെടുക്കണം. ഞാൻ ആദ്യം ഒരു പുട്ട് ചുട്ടയുണ്ട്, അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയത്. ഇത് 2ാമത്തെ പുട്ടാണ്. കുറച്ച് തേങ്ങ മുകളിലോട്ടിട്ട് കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. നമ്മൾ കുക്കറിൻ്റെ മുകളിൽ വെച്ച് ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3 മിനിറ്റോളം വേവിച്ചെടുക്കുന്നു. ശേഷം നമ്മളതൊരു ഇല വെച്ച പ്ലേറ്റിലേക്ക് തട്ടുന്നു. നേരത്തെ തയ്യാറാക്കിയ കറിയും ഉണ്ടാക്കി. പിന്നെ ഇതിൻ്റെ കൂടെ ചായ ഉണ്ട്, അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇതാണ് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്.